നേരം പര വെളുത്തതേ ഉള്ളൂ കേട്ടോ. നല്ല ജോലിയുണ്ട് ഇന്ന് തൊമ്മിക്ക് ഡെന്നിസിന് എൻ്റെ മൂത്ത മോൻ്റെ പേര് ഡെന്നിസ് എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. വീട്ടിൽ തൊമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കട്ടൻ കാപ്പി ഇടുന്നൊരു സമ്പ്രദായം രാവിലെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ചിരട്ട കത്തിക്കുന്നൊരു സമ്പ്രദായം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇസഹാക്ക് എഴുന്നേറ്റ് എന്നെക്കാളും മുമ്പേ നിന്ന് അലമ്പാൻ തുടങ്ങി. അപ്പോൾ ഞാനിതിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ കർത്താവിനെയും മാതാവിനെയൊക്കെ ഒഴിയുന്ന ഹാബിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ എഗ് ബോയിലറാണിത്. എഗ് ബോയിലറിൽ ഒരു അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് 7 മുട്ടയൊക്കെ നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇസാക്ക് വന്ന് എന്നെ അമ്മ എടുക്ക്, അത് ചെയ്യും ഇത് ചെയ്യും, അമ്മ എൻ്റെ കൂടെ വന്ന് കിടക്കുന്നൊക്കെ പറഞ്ഞ് നല്ല അലമ്പുന്നുണ്ട്. മമ്മി പിന്നെ എങ്ങനെയൊക്കെയോ വിളിച്ചുകൊണ്ട് പോയി. ഇത്രയും നാൾ മമ്മിയാണ് കേട്ടോ ഈ തൊമ്മീനെ സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്ന എല്ലാം മമ്മിയാണ് ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ. പക്ഷേ ഇപ്പം മമ്മിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ച് വെച്ചേക്കുന്നത്. കാരണം ഇനിയിപ്പം മമ്മിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മുട്ട ഓക്കെ ആയി കിട്ടി. ഇനിയിപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയുടെ മാവ് തലേന്നേ ഞാൻ കുഴച്ച് വെച്ചത് കൊണ്ട് അതൊരു ആശ്വാസം. ഈ തേങ്ങ തിരുമുന്ന പോലെ മെനക്കെട്ട പരിപാടി വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്കത് ഓർക്കുമ്പോൾ തലേന്നേ ഉറക്കം വരത്തില്ല. അത് തലേന്ന് എനിക്ക് ചെയ്ത് വയ്ക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി അവനെ എങ്ങനെയെങ്കിലും ഒന്ന് സമയത്ത് ട്യൂഷനിൽ എത്തിക്കാൻ ഉള്ള ബഹളമാണ് കേട്ടോ. 1 മണിക്കൂർ എനിക്ക് ടൈമുള്ളൂ. അപ്പം ഈ ബൂസ്റ്റിൻ്റെ സാക്ഷിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ വാങ്ങാറ്. അതാകുമ്പോൾ എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുപ്പി ആകുമ്പോൾ അതിനകത്ത് കാറ്റൊക്കെ കയറി കുറേ അങ്ങ് വേസ്റ്റായി പോവും. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് പാല് കൊടുത്താൽ എനർജിയൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് കൊടുക്കുന്നത്. എനർജി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം ഇത്തവണ എക്സാംസിനൊക്കെ ഇച്ചിരി മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറേ അലച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇനി അമ്മ ഞാൻ നല്ലപോലെ മാർക്ക് മേടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ നോക്കാം. അപ്പം മുട്ടക്കറി റെഡിയായി, ചപ്പാത്തിയും റെഡിയായി. ഇനിയിപ്പോൾ ഇത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചാൽ അവൻ ഒരുക്കം കഴിഞ്ഞ് വരുമ്പം കുറേ സമയമാവും. അവന് പെണ്ണുങ്ങളെക്കാട്ടി ഒരുക്കുക. അപ്പോൾ എന്തായാലും ഇസാക്കിനെ മമ്മി എന്തായാലും ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. എത്ര പറഞ്ഞാലും അവൻ തലേന്ന് ടൈം ടേബിൾ എടുത്ത് വെക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഡ്രസ്സ് മാറി പല്ലൊക്കെ തേച്ച് ലിപ്സ്റ്റിക് ഇട്ടു കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടാൽ പിന്നെ നമുക്കൊരു ഉണർവാണല്ലോ. അപ്പോൾ അവൻ ബുദ്ധിപൂർവ്വം അവൻ്റെ പേപ്പർ സൈൻ ചെയ്യാൻ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോഴാകുമ്പോൾ ഞാൻ അലക്കത്തില്ലല്ലോ. പിന്നെ കിളികൾക്ക് തീറ്റി കൊടുക്കണം. സ്വീറ്റ് ഹോം ഒന്നും വെളുപ്പാങ്കാലത്തില്ല. എല്ലാത്തിനും തർക്കിക്കലാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ മക്കൾ ഇങ്ങനെയാണോ എന്നോട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് പറഞ്ഞാലും ഇപ്പോൾ അവൻ പറയുമ്പോൾ അവൻ്റെ ബെർമുടി അല്ലെന്നത്. ഞാൻ പറഞ്ഞ അല്ലടാ ഞാൻ ഇട്ടിട്ട് അവിടെ ഇട്ടതാന്ന് പറഞ്ഞു. കാര്യം രാവിലെ ഞാനങ്ങ് കോംപ്രമൈസ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അവന് വീഡിയോ ഒക്കെ എനിക്ക് എടുത്ത് തന്നു കേട്ടോ. മോൻ ഭയങ്കര സപ്പോർട്ടീവ് ഒക്കെയാണ്. പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പച്ചക്കറി മേടിച്ച് വന്നപ്പോൾ ദൈവം എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ